നമസ്കാരം. പ്രശാന്തത്തിലേക്ക് സ്വാഗതം. 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിൽ ഒരു ഭാരതീയനും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സബർമതി ആശ്രമം മുതൽ ദണ്ഡി വരെ ഒരു യാത്ര നടത്തിയത്. 240 മൈൽ, 79 കിലോമീറ്റർ. ആ യാത്ര ഭാരതീയൻ ഒരിക്കലും മറക്കില്ലെങ്കിലും ആ യാത്രയ്ക്ക് ഒരു അവഗണനയുടെ കഥ കൂടി പറയാനുണ്ട്. ആ കഥ പലപ്പോഴും ചരിത്ര പുസ്തകങ്ങളും പാഠപുസ്തകങ്ങളും മറച്ചു വയ്ക്കുന്നു എന്നതാണ് വാസ്തവം. ചരിത്രം അങ്ങനെയാണ്. ചരിത്രം കുറിക്കുന്നവർ പലപ്പോഴും ബോധപൂർവം പലതും ചെയ്തു എന്ന് വരും. ചരിത്രം എഴുതുന്നവർ പലതും വിസ്മരിച്ചുവെന്നും പലതും ഒഴിവാക്കിയെന്നും പലതും കൂട്ടിച്ചേർത്തുവെന്നും വരും. ആ യാത്രയിൽ 240 മൈലുള്ള ആ യാത്രയിൽ 79 പേർ ഉണ്ടായിരുന്നതിൽ, സംഘബലം 79 ആയിരുന്നതിൽ ഒരു സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? 79 എന്ന അംഗബലം തുടർന്ന് വർദ്ധിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ദണ്ഡിയിൽ ആ യാത്ര എത്തിയ ശേഷം സത്യാഗ്രഹത്തിലാണ് ആ അവഗണന ഒഴിവാക്കപ്പെട്ടത്. അത് സ്ത്രീകളോടുള്ള അവഗണനയായിരുന്നു. ദണ്ഡിയിലേക്ക് പോയ ആ യാത്രയിൽ ഒരു സ്ത്രീ പോലും പങ്കെടുത്തില്ല, അഥവാ സ്ത്രീകൾ പങ്കെടുക്കരുത് എന്ന് ഗാന്ധിജി നിഷ്കർഷിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇതിന് അന്നും ഇന്നും ചരിത്രം പല കാരണങ്ങൾ കണ്ടെത്തുന്നു. അതിലൊന്ന്, അത്തരൊരു യാത്രയിൽ ബ്രിട്ടീഷ് പോലീസ് ക്രൂരമായി സ്ത്രീകളെ മർദ്ദിക്കാമെന്നും ആ മർദ്ദനത്തിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കാനാണ് ഗാന്ധിജി ശ്രമിച്ചതെന്നും ഒരഭിപ്രായം. അതെന്താ, സ്ത്രീയുടെ ശക്തി അത്രയ്ക്ക് മോശമായിട്ടാണോ അന്നും കണക്ക് കൂട്ടിയിരുന്നത്? സ്ത്രീ അബലയാണെന്നാണോ അന്നും ധാരണയുണ്ടായിരുന്നത്? മറ്റൊരു ന്യായീകരണം എന്നത് കൂടുതൽ വിശാലമായ ഒരു പ്രസ്ഥാനത്തിലേക്ക് സ്ത്രീകളെ ഉൾക്കൊള്ളിക്കാൻ ഗാന്ധിജി ആഗ്രഹിച്ചു എന്നാണ്. ഗാന്ധിജി പോകുന്ന വഴികളിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി ഉപ്പുണ്ടാക്കാനും അതുപോലെ മദ്യശാലകളും വിദേശ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളും മറ്റും പിക്കറ്റ് ചെയ്യാനും ഗാന്ധിജി സ്ത്രീകളോട് ആവശ്യപ്പെട്ടു. അതും ഇതിനൊരു ന്യായീകരണമാകുന്നില്ലല്ലോ. എന്തുകൊണ്ട് ദണ്ഡിയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകളെ ഒഴിവാക്കിയെന്നതിന് അതൊരു ന്യായീകരണം ആകുന്നുണ്ടോ? ഇതൊന്നുമല്ല, സ്ത്രീകളെ മുൻനിർത്തി ഭീരുക്കളെ പോലെ പെരുമാറുന്നവരാണ് ഭാരതീയർ, ഇന്ത്യക്കാർ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകളെ ഒഴിവാക്കിയതെന്നാണ് ഇനിയൊരു ന്യായീകരണം. അതിനും അർത്ഥമുണ്ട്. സ്ത്രീകളെ അങ്ങനെ മുമ്പിൽ നിർത്തുകയായിരുന്നുവെങ്കിൽ അത് ഇന്ത്യയുടെ സ്ത്രീ ശക്തിയുടെ കാഹളമാകുമായിരുന്നില്ലേ എന്നതാണ് മറുചോദ്യം. അങ്ങനെ ന്യായീകരണങ്ങളും അതിന് മറുചോദ്യങ്ങളും നിരവധിയാണ്. എന്തായാലും ചരിത്രം ഒരു സത്യം തുറന്നു പറയുന്നു. ചതോപാധ്യായ, സരോജിനി നായിഡു, പെരിൻ, ക്യാപ്റ്റൻ, അതായത് ദാദാഭായ് നവറോജിയുടെ ചെറുമകൾ തുടങ്ങിയവരെല്ലാം തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഗാന്ധിജിക്ക് കത്തെഴുതുകയും ഗാന്ധിജിയെ നേരിൽ കാണുകയും ചെയ്തു. മാത്രമല്ല, ശ്രീമതി ചതോപാധ്യായ അന്ന് ദണ്ഡിയിൽ ഗാന്ധിജി ഉപ്പുണ്ടാക്കിയ ദിവസം തന്നെ ബോംബെയിലെ മറ്റൊരു ബീച്ചിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു, സ്ത്രീകളുടെ ഉശിരൻ മാർച്ച്. അവർ താൽക്കാലിക സ്റ്റൗകളും മറ്റും കൂടെ കൊണ്ടുപോയി ഉപ്പുണ്ടാക്കി. ആ ഉപ്പ് അവർ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും മുംബൈ ഹൈക്കോടതിക്കും മുമ്പിൽ വിൽക്കുകയും ചെയ്തു. സരോജിനി നായിഡു ഒക്കെ തന്നെ പിന്നീട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലും മറ്റും സജീവമായി പങ്കുകൊള്ളുകയും ചെയ്തു. അപ്പോൾ ചോദ്യം ഇതാണ്, സ്ത്രീ ശക്തിയെ അന്ന് ശരിക്കും അവഗണിക്കുകയായിരുന്നില്ലേ? ഇതിപ്പോൾ പറയാനുള്ള കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ BBC-യിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. ഒരു ചരിത്രകാരനായ ഇന്ത്യക്കാരൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ നടന്ന ഒരു ലേലം. ആ ലേലത്തിൽ ഒരു പഴയ ആൽബം മുംബൈ ആസ്ഥാനമായ അൽക്കാസി ഫൗണ്ടേഷൻ എന്നൊരു പ്രസ്ഥാനം ലേലം കൊള്ളുന്നു. അതിലെഴുതിയിരുന്നത് പഴയ കോൺഗ്രസ് പാർട്ടിയുടെ ആൽബം കെയിൽ നഴ്സി എന്നായിരുന്നു. ഈ കെയിൽ നഴ്സി ആരാണെന്ന് ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. 20 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ആൽബം ലേലത്തിൽ പിടിച്ചതെങ്കിലും ആ ആൽബം വിശദമായി പരിശോധിക്കപ്പെട്ടത് 2009-ലാണ്. ഡ്യൂക്സ് യൂണിവേഴ്സിറ്റിയിലെ ചിലർ ചേർന്നാണ് 2009-ൽ ഈ ആൽബം വിശദമായി പരിശോധിക്കുന്നത്. സത്യത്തിൽ
ശ്രീമതി സുമതി ഉൾപ്പെടെയുള്ളവർ, ശ്രീമതി ഭട്നാഗർ ഉൾപ്പെടെയുള്ളവർ ആ ആൽബം കണ്ട് ശരിക്കും ഞെട്ടുകയായിരുന്നു എന്നാണ് അവർ തന്നെ BBC-യോട് പറഞ്ഞിരിക്കുന്നത്. എന്തെന്നാൽ ആ ആൽബം മുഴുവൻ അന്നത്തെ കാലത്തെ സ്ത്രീ ശക്തിയുടെ മഹാപ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ നിറഞ്ഞ ഫോട്ടോഗ്രാഫുകളായിരുന്നു. മൺസൂണിലെ കൂരിച്ചുരിയുന്ന മഴയത്ത് മുംബൈയിൽ നടത്തിയ മഹാപ്രകടനങ്ങൾ, സ്ത്രീ ശക്തിയുടെ പ്രകടനങ്ങൾ, ആംബുലൻസിൽ പരിക്കേറ്റ് കയറ്റപ്പെട്ട സന്നദ്ധ പ്രവർത്തകർ, ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ, സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ആ ആൽബത്തിൽ ഉണ്ടായിരുന്നത്. വിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്ന ഒരു ആൽബമാണ് ഒരു ലേലത്തിലൂടെ അങ്ങനെ നമുക്ക് ലഭിച്ചത്. നമുക്ക് അന്നത്തെ സ്ത്രീ ശക്തിയുടെ ഉശിരും വീറും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഇത്തരം ചില വസ്തുതകൾ പലപ്പോഴും ചരിത്രത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ പഠിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിലും, നമ്മൾ വായിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിലും, നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലും ചരിത്രത്തിലെ മനോഹരമായ ഉശിരുള്ള ചില ഏടുകൾ പലപ്പോഴും പലരുടെയും സൗകര്യത്തിന് വേണ്ടി വിസ്മരിക്കപ്പെടുന്നു, ഒഴിവാക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. പക്ഷേ കാലം ചിലപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ തെളിയിക്കും. എന്തായാലും ഗാന്ധിജി തന്നെയാണ്. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെയാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്ന് നയിച്ചതിന്റെ സ്മരണകളും ചിത്രങ്ങളും ആ വീറുറ്റ പ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പങ്കും അദ്ദേഹത്തിന്റെ നേതൃത്വവും, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം നേടിത്തരാൻ വേണ്ടി മുൻനിരയിൽ നിന്ന് ത്യാഗം സഹിച്ച ആ ത്യാഗമതിയുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഭാരതം ഒരിക്കലും മറക്കുന്നതല്ല. പക്ഷേ ചില വസ്തുതകൾ ഇങ്ങനെയുണ്ട് എന്ന് മാത്രം. അത് നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ചില ചിത്രങ്ങളിലൂടെ കിട്ടുന്നു. ചരിത്രം ചിലത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.